നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്നും ബിഹാർ സ്വദേശിയായ 2 വയസ്സുകാരിയെ കാണാതായിട്ട് 12 മണിക്കൂർ പിന്നിടുമ്പോഴും ഇതുവരെയും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ നോക്കാം. ടി.പി. വധക്കേസിൽ 2 പ്രതികളെ വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. മോഹനെ വെറുതെ വിട്ട നടപടി ശരിവച്ചു. കോടതി വിധി സ്വാഗതം ചെയ്ത് കെ. രമ. നിയമ പോരാട്ടം തുടരുമെന്നും രമ. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരിക്കായുള്ള തെരച്ചിൽ തുടരുന്നു. കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ. കേസിൽ ദുരൂഹത സംശയിച്ച് പോലീസ്. ആലപ്പുഴ ചേർത്തലയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ആക്രമിച്ചത് ഭർത്താവ്. പൊള്ളലേറ്റ ഇരുവരും ചികിത്സയിൽ. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറം ജോലിക്ക് നിയന്ത്രണം. ഏറ്റുമാനൂരിൽ 7.5 പൊന്നാന ദർശനം. ക്ഷേത്രത്തിലെത്തിയത് ആയിരങ്ങൾ. മേരി എവിടെ? തിരുവനന്തപുരം പേട്ടയിൽ നിന്നും കാണാതായ 2 വയസ്സുകാരിയെക്കുറിച്ച് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വിവരമില്ല. ഓൾ സെയിൻസ് കോളേജിന് സമീപത്ത് നിന്നാണ് നാടോടി ദമ്പതികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയത്. വഴിയരികിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുട്ടി. സംശയാസ്പദമായ ഒരു സ്കൂട്ടർ കണ്ടതായി മൊഴിയുണ്ട്. പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. എന്നാൽ സ്കൂട്ടർ സംബന്ധിച്ചും അവ്യക്തതയുണ്ട്. നഗരമൊട്ടാകെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും അത്തരമൊരു സ്കൂട്ടറിനെ പറ്റി വിവരമില്ല. വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പറഞ്ഞു. നമ്മളിപ്പോൾ 3 ടീംസായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് CCTV സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം വേണം നമുക്ക്. ഒരുപാട് CCTV ഫുട്ടേജസ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത. റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ്. നല്ല ഒരു കാട് പിടിച്ച ഒരു സ്ഥലമാണ്. ഇവർ വർഷത്തെ ഒരു 2 തവണ ഒക്കെ ഇവിടെ വരാറുണ്ട്. വർഷത്തെ 1 തവണ 2 മാസത്തേക്ക് വരാറുണ്ട്. തേനെ എടുക്കുന്ന ആൾക്കാരാണ്. ബിഹാർ സ്വദേശികളാണ്. ആശങ്ക ഉണ്ട്. കാരണം ടൈം ഈസ് ഓഫ് എസൻസ്. സോ ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിംഗ് ഇല്ല. എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ. അതിപ്പോൾ പറയാനായിട്ടില്ല. അതിപ്പോൾ എല്ലാവരും നമ്മുടെ ചോദ്യം ചോദിക്കണം. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരല്ല അവർ. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ അവർ മനസ്സിലാക്കി, അവർ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. കാണാതായത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് അവർ പറയുന്ന വിവരങ്ങൾ പോലീസിന് മനസ്സിലാവുന്നത്? എന്താണ് അവർ പറയുന്നത്? ഏകദേശം 1 മണിക്ക് അവർ എണീറ്റ് നോക്കിയതാണ്. ഒരു 11 മണി വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി. കഴിഞ്ഞിട്ട് 1 മണിക്ക് നോക്കുമ്പോൾ കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത്. അതിന് നേരത്തെ ഒരു സ്കൂട്ടർ അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്നും കൊറാബറേറ്റ് ആയിട്ടില്ല. ഒരു പയ്യൻ അത് കൊറാബറേറ്റ് ആയിട്ടില്ല. കാരണം അത് നമ്മുടെ ക്യാമറാസിൽ കൂടെ കിട്ടണമല്ലോ. ആ സമയത്ത് ട്രെയിൻസ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ സ്റ്റോപ്പും ഇല്ല. അത് നമ്മൾ തിരക്കി. സർ, ഈ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകലിനുള്ള സാധ്യത കണ്ടെത്തിയിട്ടുണ്ടോ പോലീസ്? അത് നമ്മൾ ഒന്നും പറയാനായിട്ടില്ല. വി കെ നോട്ട് കൺക്ലൂഡ് നൗ. അങ്ങനെ ഒരു ക്രൈം നടന്നതായിട്ട് ഇതുവരെ പോലീസിനെ വെരിഫൈ അങ്ങനെ നമുക്കൊരു ഇതുവരെ അങ്ങനെ കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റുന്നില്ല. സോ വി ഹാവ് ടു എക്സാമിൻ എവറിത്തിങ് ആൻഡ് വി ഹാവ് ടു കൊലാബറേറ്റ്. ഈ 3 ഐറ്റംസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കുട്ടി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ കൊണ്ടുവരാം. ഇന്നലെ രാത്രി അസ്വാഭാവികമായ എന്തെങ്കിലും നടന്നതായിട്ട് കുഞ്ഞ് മാത്രമല്ല, അതായത് കുട്ടി കാണാതായ കുട്ടിയുടെ തൊട്ടുമൂത്ത് സഹോദരൻ മാത്രമല്ല ബൈക്കിനെ കുറിച്ച് അതെ പയ്യനാണ് പറയുന്നത്. മൂത്രമൊഴിക്കാൻ രാത്രി എണീറ്റപ്പോൾ ഒരാളവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാം. സോ ദാറ്റ് ഇസ് ദ ഓൺലി തിങ് ഹി ഈസ് സെയിങ്. ബട്ട് ദാറ്റ് ഹാസ് ടു ബി കൊറാബറേറ്റഡ്. സാധ്യതകൾ ഒരുപാടുണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക്
ശരിയാവില്ല. So we will keep it open. Our objective is to find the child. Once we find the child, then we will get the whole story out. എത്ര സംഘമുണ്ട് ഇപ്പോൾ പരിശോധനയ്ക്കായിട്ട്? നമ്മുടെ സംഘം. We have all the 3 ACPs and DCP is leading and I am here. The 3 ACPs are here, 5 SHOs are here. Every team has 2 inspectors. So we are doing all the things we can do since the last time. എത്ര പേരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്? എത്ര പേരായിരുന്നു ഗ്രൂപ്പിലുണ്ടായിരുന്നത്? ഇവരുടെ ഫാമിലീസിലാണ്. ഇവരുടെ ഒരു ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഒരു മകന്, മരുമകൾ, അവരുടെ 4 മക്കൾ, ഇതേ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു മകള്, അവരുടെ ഭർത്താവ്, അവരുടെ ഒരു കുട്ടി, പിന്നെ വേറെ ഒരു പയ്യൻ. ഇത്ര പേര് ഇവിടെ ഉണ്ട് ഈ സ്പോട്ടിൽ. ഇതല്ലാതെ ഇവരുടെ ബന്ധുക്കളൊക്കെ എവിടെയൊക്കെ ഉള്ളത് നമ്മൾ എടുക്കണം ഡീറ്റെയിൽസ്. പിന്നെ ബാംഗ്ലൂരിലേക്ക് ഇവരുടെ പേരൻസ് ഉണ്ട്. ഹൈദരാബാദിൽ നേരത്തെ ഉള്ള ഒരു സ്റ്റോപ്പാണ്. എല്ലാം വി ആർ ഓൾ പോസിബിലിറ്റീസ് വി ആർ ചെക്കിങ്. വി നീഡ് സം ടൈം. എല്ലാവരും നമ്മുടെ കയ്യിലുണ്ട്. ഒരു മൂത്ത മകൻ മാത്രമാണ് അവിടെ സ്ഥലത്തുള്ളത്. കാരണം ഇവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ എവിടെയാണ്. അവിടെ വരെ ആയിട്ടില്ല. കാരണം ഇവരെല്ലാവരും ചോദിക്കണം. വി ആർ ഗിവിംഗ് ദം ഫുഡ് ഫസ്റ്റ്. ദേ ആർ ഓൾ വെയിറ്റിംഗ് ദെയർ. 1 by 1 വി ആർ ആസ്കിങ്. ഒരു കാര്യം, ആശങ്കയുണ്ടാക്കുന്ന 2 വയസ്സുള്ള കുഞ്ഞാണ്. മണിക്കൂറുകൾ പിന്നീട് അപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷേ ആ കുഞ്ഞ് പ്രതികരിക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്തോറുമുള്ള ഒരു ആശങ്ക, കുടുംബത്തിന്റെ ആശങ്കയ്ക്കൊപ്പം തന്നെ നാടിന്റെ ഒരു ആശങ്കയുമുണ്ട്. എങ്ങനെയാണ് ഇതിനെ ഒരു അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ആണ്. ദാറ്റ് ഈസ് ദ ഓൺലി വേ. സോ വി ആർ പുട്ടിംഗ് ഓൾ അവർ എഫേർട്സ്. വി നീഡ് ജസ്റ്റ് സം ടൈം. ദാറ്റ്സ് ഓൾ. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ഡാൻ, ഇപ്പോൾ മേരിയെ കാണാതായിട്ട് 12 മണിക്കൂർ കഴിയുകയാണ്. പോലീസിൽ അവർ പരാതി നൽകിയത് ഇന്നലെ രാത്രി 2:30ഓടെയാണ്. ആ സമയം തൊട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. തിരുവനന്തപുരം നഗരത്തിനും പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു എന്നറിയുന്നു. കുട്ടിയുടെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ, പേട്ട പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നതാണ് പോലീസ് പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം. കാരണം ഈ കുഞ്ഞിൻ്റെ മേരിയുടെ സഹോദരനായിരുന്നു രാത്രിയിൽ സ്കൂട്ടറിലെത്തിയ ഒരു 2 പേരടങ്ങുന്ന സംഘമാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത്. പോലീസ് വിശദമായി മൊഴിയെടുക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു മൊഴി നൽകിയ ഈ കുഞ്ഞിൻ്റെ മേരിയുടെ സഹോദരൻ്റെ മൂത്ത ജ്യേഷ്ഠനും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ മൂത്ത ജ്യേഷ്ഠൻ പറയുന്നത് തൻ്റെ അനുജൻ പറഞ്ഞ കാര്യം മാത്രമേ തനിക്ക് അറിയാൻ കഴിയുന്നുള്ളൂ എന്നാണ്. അതോടൊപ്പം ഈ കുഞ്ഞിൻ്റെ മേരിയുടെ മാതാപിതാക്കളെയും വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ സ്കൂട്ടറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി എന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളും പോലീസ് ഇതിനോടകം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബ്രഹ്മോസിനടുത്ത് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ്. ഇതിൻ്റെ പിൻവശത്ത് റെയിൽവേ ട്രാക്കാണ്. അതോടൊപ്പം വിജനമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടങ്ങളിൽ പുലർച്ചെ മുതൽ വ്യാപകമായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല. അതോടെ ഈ ഭാഗത്ത് നടന്നിരുന്ന പരിശോധനകൾ ഏതാണ്ട് ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 3 അസിസ്റ്റന്റ് കമ്മീഷണർമാർ, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ, അവരോടൊപ്പം നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരടങ്ങുന്ന വിപുലമായ സംഘമാണ് ഈ 2 വയസ്സുകാരിയെ എത്രയും വേഗത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടി, അപായങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ്, അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ കണ്ടെത്തുക എന്ന വലിയ ദുഷ്കരമായ ദൗത്യത്തിൽ ഭാഗവാക്കായിരിക്കുന്നത്. പക്ഷേ അന്വേഷണത്തിന് തുമ്പുണ്ടാകുന്ന തരത്തിലുള്ള ഒരു പുരോഗതിയും 12 മണിക്കൂർ പിന്നിടുമ്പോഴും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളെ വിശദമായി പോലീസ് വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അശ്വതി, ശരി, അപ്പോൾ ഡാൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പ്രദേശത്തായിരുന്നു ഏറ്റവും കൂടുതൽ പോലീസുകാർ ആ സമയത്ത് പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡ് അടക്കം ഉണ്ടായിരുന്നു. ഈ പോലീസ് നായ ഈ കുട്ടി കിടന്ന സ്ഥലത്ത് നിന്ന് ഉള്ള സ്മെല്ലനുസരിച്ച് പോയത് മറ്റൊരു വഴിയിലേക്കാണ്. അതായത് ഈ കുട്ടികൾ പറഞ്ഞ് സ്കൂട്ടർ പോയ വഴിയിലേക്കല്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ ആ സമയത്ത് പുറത്തു വന്നിരുന്നു. അതായത് ആ പ്രദേശത്തെങ്ങും കുട്ടിയില്ല. അതിന് പരിസരത്ത് അവർ കിടന്നുറങ്ങിയ സ്ഥലത്ത് ബ്രഹ്മോസിന് സമീപത്തുള്ള അവിടെ എങ്ങും കുട്ടിയില്ല എന്നുള്ളത് ഉറപ്പുവരുത്തി കഴിഞ്ഞു പോലീസ്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞ് കിടന്ന സ്ഥലത്ത് നിന്ന് മണം പിടിച്ച പോലീസ് നായ എതിർ ദിശയിലേക്കാണ് പോയത്. അതായത് ഈ കുഞ്ഞിനെ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് ഈ കുഞ്ഞിൻ്റെ സഹോദരൻ പോലീസിന് മൊഴി നൽകിയ സ്ഥലത്തിന് എതിർ ദിശയിലുള്ള സ്ഥലത്തേക്കാണ് പോലീസ് നായ പോയത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഈ സഹോദരൻ നൽകിയ മൊഴിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം
അത് പോലീസ് തൽക്കാലത്തേക്കെങ്കിലും വഴിതിരിച്ചു വിടുകയാണ്. കാരണം ഈ അതുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനകളിൽ കാര്യമായി തുമ്മുണ്ടായില്ല. സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് പരിശോധനകൾ നടത്തി. പക്ഷേ അത്തരത്തിലൊരു സ്കൂട്ടർ ആ സമയത്ത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സ്കൂട്ടറിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതായി ബന്ധപ്പെട്ട യാതൊരു സൂചനകൾ ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമീപ സ്ഥലങ്ങളിലെ വിജനമായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിന്റെ സമീപത്ത് ഓൾ സെയിൻസ് കോളേജുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ, രാജ്യാന്തര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന അതിന് തൊട്ടു മുൻപിലുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ വലിയ കുഴികൾ എടുത്തിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന അരിച്ചു പെറുക്കുന്ന തരത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലുള്ള പരിശോധനകളായിരുന്നു പുലർച്ചെ മുതൽ പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയധികം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അന്വേഷണത്തിന് പുരോഗതി ഉണ്ടാകുന്ന വിധത്തിൽ മേരി എന്ന 2 വയസ്സുകാരി എവിടെയാണ് എന്ന കൃത്യമായി ദിശ നിർണ്ണയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പുരോഗതിയും അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അശ്വതി, ഡാൻ, കുഞ്ഞിന്റെ പ്രായം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2 വയസ്സുള്ള കുഞ്ഞാണ്, ബീഹാർ സ്വദേശിയാണ്. കുഞ്ഞിന് ഹിന്ദി അറിയാമെങ്കിൽ പോലും 1-2 വാക്കുകൾ സംസാരിക്കുമെന്നതിനപ്പുറത്തേക്ക് കുഞ്ഞിന് സംസാരിക്കാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് കുഞ്ഞുമായി ഇയാൾ പോവുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും കുഞ്ഞിനെ ഉറക്കി കിടത്തുകയോ അങ്ങനെയൊക്കെ പോകുന്നു, അതൊക്കെ ആ രീതിയിലൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു വലിയ വെല്ലുവിളി പോലീസിന് മുന്നിലുണ്ട്. മറ്റൊന്ന്, ഈ പ്രദേശം സംബന്ധിച്ച് ഇപ്പോൾ സ്കൂട്ടറിൽ വന്നു എന്നുള്ള ആകെ ഒരു തുമ്പായിരുന്നു ഈ കുട്ടി പറഞ്ഞിരുന്നത്, സഹോദരൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അക്കാര്യത്തിലും വലിയ പ്രശ്നമുണ്ടാകുന്നത് ഈ മുതിർന്നവരാരും ഈ സ്കൂട്ടർ കണ്ടിട്ടില്ല. ഈ കുഞ്ഞു പറഞ്ഞ ആ ഒരു കാര്യം മാത്രമാണുള്ളത്. മറ്റൊന്ന്, ആ പ്രദേശത്തെ CCTVകൾ മുഴുവൻ പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു സ്കൂട്ടർ ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മറ്റു വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് പോലീസിന്റെ പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത്? സ്വാഭാവികമായും അത്തരത്തിലുള്ള പരിശോധനകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സമീപ സ്ഥലങ്ങളിലടക്കം ഈ വിശദമായ തരത്തിൽ തന്നെ ഈ കുഞ്ഞിന്റെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടന്നിരുന്നു. അല്പസമയം മുമ്പാണ് ഇവിടുന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥർ ഈ റെയിൽവേ ട്രാക്കിന് മറുവശത്തുള്ള സ്ഥലത്തും അവിടെയും ഒഴിഞ്ഞ സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, അവിടെയും വിശദമായ പരിശോധനകൾ നടത്തി ഇവിടേക്ക് തിരിച്ചു വന്നത്. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലും ഈ അന്വേഷണത്തിന് ലീഡ് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സൂചനകളും അന്വേഷണ സംഘത്തിന്, പോലീസ് സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഈ നാടോടി സംഘവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം നടക്കും. കാരണം ഇവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന കൃത്യമായ അറിവുള്ള, ഇവർ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അറിവുള്ള ഒരു സംഘമാണ്, അല്ലെങ്കിൽ ഏതാനും വ്യക്തികളാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ തട്ടിയെടുത്തിരിക്കുന്നതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനമായി അവർ പറയുന്ന കാര്യം, വർഷത്തിൽ 2 തവണ മാത്രമാണ് അവർ കേരളത്തിലേക്ക് എത്തുന്നത്. വന്നാൽ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെ ഈ തേൻ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ കുടുംബം ഇവിടെ ഉണ്ട് എന്ന കൃത്യമായ ധാരണയുള്ള ആരോ ഒരാൾ, അങ്ങനെ ഒരു സംഘമായിരിക്കാം ഈ കുഞ്ഞിനെ തട്ടിയെടുത്തിരിക്കുന്ന എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ 12 മണിക്കൂർ പിന്നിടുമ്പോഴും ആരാണ് ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയത്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഉദ്ദേശം എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിർത്തി ജില്ലകളിലേക്ക് കൂടി പരിശോധനകൾ വ്യാപിപ്പിച്ചുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ മേരി എന്ന 2 വയസ്സുകാരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നം പോലീസ് വിവിധ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇപ്പോഴും ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ അച്ഛന്റെ അമ്മയുടെയും ഈ കുട്ടികളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്നും ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനം ഡാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു അവ്യക്തത ഇവരുടെ മൊഴിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പോലീസിന് അത്തരത്തിലുള്ളൊരു കേസ്, പോലീസ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കാരണം അതിന് തക്കതായ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇവരുടെ ഒരു മൊഴി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവർക്കിടയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാകും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്, അല്ലേ? സ്വാഭാവികമായി അത്തരത്തിലുള്ള പരിശോധനകൾ തന്നെയായിരിക്കും നടക്കുന്നത്. കാരണം ഈ സ്കൂട്ടറിലെത്തിയവരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് ഈ കുഞ്ഞിന്റെ മേരിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അതേ തുടർന്നാണ് ആ തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. പക്ഷേ പിന്നീട് നടന്ന വിശദമായി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായി തനിച്ചിരുത്തിയും കൂട്ടമായും ചോദ്യം ചെയ്തതിൽ നിന്ന് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള മറ്റ് വിവരങ്ങളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല. ഇനി ആ പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്നറിയാനായിട്ടാണ് സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയത്. പക്ഷേ അത്തരത്തിൽ പരിശോധനകളൊക്കെ നടത്തുമ്പോഴും ഒരു തരത്തിലും ഈ കുഞ്ഞിനെ ഈ സ്കൂട്ടറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവുകളും CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടില്ല. മുതിർന്ന ആരുടെയും മൊഴിയും സമാനമായ തരത്തിൽ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സാധ്യതകൾ കൂടി പോലീസ് തേടുകയും ആ തരത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്.
ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ രാവിലെ മുതൽ സംസാരിക്കുന്നതാണ്. അത് വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഈ കഞ്ചാവ് ലഹരി മാഫിയകൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ ലഹരി സംഘങ്ങൾ അവിടെ തമ്പടിക്കാറുള്ള ഒരു സ്ഥലമാണ്. വളരെ വിജനമായൊരു പ്രദേശമാണ്, ആളുകളുടെ താമസമുള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആ രീതിയിൽ കൂടി അങ്ങനെയുള്ള സംഘങ്ങളെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്തി അവരെ കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി ആ രീതിയിലാണോ പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അതിന് എത്രത്തോളം സാധ്യത കൽപ്പിക്കുന്നുണ്ട് പോലീസ്? അത് ഒന്നും നമുക്ക് പറയാറായിട്ടില്ല. അത്തരത്തിലുള്ള വിശദാംശങ്ങളൊന്നും നൽകിയിട്ടുമില്ല. പരിശോധന പുരോഗമിക്കുകയാണ്. പക്ഷേ നിലവിൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ട് എന്ന് തെളിയിക്കുന്ന യാതൊരു തരത്തിലുള്ള വിശദാംശങ്ങളും അവർക്ക് ഇതിനോടകം നടത്തിയ മൊഴിയെടുക്കലോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ ലഭിച്ചിട്ടില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സ്ഥിരീകരിച്ച് പറയുമ്പോൾ ശ്രമകരമായ ഒരു ദൗത്യത്തിൽ പോലീസ് ഭാഗവാക്കാകുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. കാരണം ക്യാമറ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു സംഘത്തെ അവർ നിയോഗിച്ചിരുന്നു. ആ സംഘം വ്യാപകമായി ഈ ദൃശ്യങ്ങൾ ശേഖരിച്ച സമീപ സ്ഥലങ്ങളിൽ നടക്കം CCTV ഫുട്ടേജസ് വീണ്ടെടുത്ത് പരിശോധനകൾക്ക് വിധേയമാക്കി. പക്ഷേ അത്തരത്തിൽ ഈ മൊഴിയിൽ പറഞ്ഞതിന് പ്രകാരമുള്ള ഒരു മഞ്ഞ സ്കൂട്ടറോ അതിൽ രണ്ടുപേർ എത്തിയതോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതായോ ബന്ധപ്പെട്ട ഒരു ദൃശ്യങ്ങളും ഇതിനോടകം നടത്തിയ പരിശോധനകളൊന്നും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ തള്ളിക്കൊണ്ട് മറുവഴികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ നീക്കങ്ങൾ കടന്നിരിക്കുന്നു. അത് മാത്രമാണ് സ്ഥിരീകരിക്കുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പുറത്ത് പറയാനാകില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഡാൻ, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലുള്ളത് കൊല്ലത്തെ അബിഗേലാണ്. അബിഗേലിന്റെ കേസ് ഇതുമായി ഒരു ബന്ധവുമില്ല, വ്യത്യസ്തമായ ഒരു കേസാണ്. എങ്കിൽ പോലും അന്ന് വലിയ രീതിയിൽ ആ സമയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് ആ കുട്ടി സഹോദരൻ കൂടെ ഉണ്ടായിരുന്നു. സഹോദരനെ കൂടി വലിച്ച് കാറിലേക്ക് കയറ്റാൻ പ്രതികൾ ശ്രമിക്കുകയും ആ കുട്ടി അതിനെ എതിർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം പോലീസിനോടൊക്കെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. എത്ര പേർ ആ കാറിലുണ്ടായിരുന്നു, ഏതാണ് കാർ എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ, ഈ കേസിൽ അത്തരത്തിലൊരു വിവരങ്ങളും പോലീസിന് ലഭ്യമല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ തെരച്ചിലിന്റെ സ്വഭാവം. അന്ന് അബിഗേലിനെ കാണാതായി മണിക്കൂറുകൾക്കകം സിറ്റി മൊത്തം തടഞ്ഞുകൊണ്ട് മുഴുവൻ വാഹനങ്ങളിലും ഒക്കെ പരിശോധന നടത്തുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് അന്ന് അന്വേഷണം പോയത്. ഇന്ന് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ കാര്യം വരുമ്പോൾ, മേരിയുടെ കാര്യം വരുമ്പോൾ അങ്ങനെ ഒരു പരിശോധന സിറ്റിയിൽ നടന്നിരുന്നു. വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഈ അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിൽ അന്ന് ഈ അബിഗേൽ സാറയെ കാണാതായ സമയത്ത് പോലീസിന് ഏറ്റവും സഹായകരമായത് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിയിരുന്നു, ജനശ്രദ്ധയിലേക്ക് കടന്നു വന്നിരുന്നു. എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുന്ന സാഹചര്യം. പിന്നീട് ഈ തട്ടിക്കൊണ്ടുപോകൽ നടന്നത് ഒരു വൈകുന്നേര സമയത്താണ്. ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, അബിഗേൽ എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ഏതാനും മിനിറ്റുകൾക്കകം തന്നെ വാർത്ത പുറത്തെത്തി. ഒരു തരത്തിലും ഇവർക്ക് അതിർത്തി കടക്കാൻ പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ ഒരു യാത്ര ക്ലേശകരമാക്കുന്ന തരത്തിലേക്ക് പോലീസിന്റെ അന്വേഷണവും മാധ്യമങ്ങളുടെ ആ റിപ്പോർട്ടിങ്ങുമൊക്കെ കടക്കുന്നത് വലിയ തരത്തിൽ ഈ അബിഗേലുമായി ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് കടക്കുന്നതിന് അത് വലിയ തരത്തിൽ തടസ്സം സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അർദ്ധരാത്രിയിലാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നത്. 2:30 മാത്രമാണ് പരാതി പേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പുലർച്ചെ മാത്രമാണ് മാധ്യമങ്ങളുടെ ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത്. അതിനിടയിലുണ്ടായ 6 മണിക്കൂറിനിടയിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് അത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായി തിരുവനന്തപുരത്ത് നിന്ന് കടക്കാൻ കഴിയും. അതിനോടകം യാതൊരു തരത്തിലുള്ള പരിശോധനകളും അത്തരത്തിൽ നടന്നിട്ടില്ല എന്ന് ഉറപ്പാണ്. ഈ പുലർച്ചെ ഇത്തരത്തിലൊരു വിവരം ലഭിച്ച പോലീസ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയത് സമീപ സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോയൊരു സംഘമാണെങ്കിൽ ഈ ജില്ല വിടാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊല്ലമടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, അതിർത്തി ജില്ലകളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ മേരി എന്ന 2 വയസ്സുകാരിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം പോലീസ് നടത്തുകയാണ്. അന്യ സംസ്ഥാനത്തേക്ക് കൂടി അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് കന്യാകുമാരിയിലേക്കൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോയിട്ടുണ്ടോ പ്രതി കുഞ്ഞുമായി എത്ര പേരാണ് ഇതിന് പിന്നിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകിയത്. സകലമാന കേരളത്തിൽ ഒരു ഇടവേള. വീണ്ടും വാർത്തയിലേക്ക്. പത്തനംതിട്ട ഏഴംകുളം ക്ഷേത്രത്തിൽ തൂക്ക വഴിപാടിനിടെ കുഞ്ഞ് താഴെ വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. അടൂർ പോലീസാണ് കേസെടുത്തത്. തൂക്ക
വില്ലിലെ തൂക്കക്കാരനായ അടൂർ സ്വദേശി സിനുവിനെ പ്രതി ചേർത്തു. ഇയാളുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞിന് വീണ് പരിക്കേറ്റത് എന്നാണ് എഫ്ഐആറിലുള്ളത്. ഈ വിഷയത്തിൽ ആ തൂക്കക്കാരനെതിരെയാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത്. തൂക്കാരനെ കൂടി പ്രതി ചേർത്തു എന്നുള്ളതാണ് കേസ്. പക്ഷേ നമ്മളെപ്പോഴും ആചാരങ്ങളും അവിശ്വാസവും എല്ലാം മനുഷ്യൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിൽ പോലും കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ആചാരങ്ങളിലേക്ക് നമ്മൾ പോകണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ ദൃശ്യം നൽകുന്നത്. ആ ദൃശ്യം വളരെ വൈറലാണ്. ആ ദൃശ്യം കണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അത് ഇനി അങ്ങനെ വേണോ കുഞ്ഞുങ്ങളെ എന്നുള്ള ഒരു കാര്യത്തിൽ കൂടി. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. കടക്കരപ്പള്ളി വെട്ടയ്ക്കൽ സ്വദേശി ആരതിക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. ഭർത്താവ് ശ്യാംജിത്താണ് ആരതിയെ സ്കൂട്ടർ തടഞ്ഞ് തീവെച്ചത്. ഇയാൾക്കും പൊള്ളലേറ്റു. ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം. ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ആരതി. ഇടുക്കി പൂപ്പാറയിലെ വ്യാപാരികൾ സമരത്തിലാണ്. കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. മർച്ചന്റ് അസോസിയേഷന്റെയും പൂപ്പാറ ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് ഏകദിന പ്രതിഷേധ ധർണാ സമരം. അനുകൂലമായ തീരുമാനം ലഭിക്കുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. കോട്ടയം മുണ്ടക്കയത്ത് വേലനിലത്ത് കിടപ്പുമുറിയിൽ തീപിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. വേലനിലം കഞ്ഞൻകാട്ട് സരോജിനി മാധവനാണ് മരിച്ചത്. രാത്രി 1 മണിയോടെ മുറിക്കുള്ളിൽ നിന്നും തീ ഉയരുന്നത് കണ്ടാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. തുടർന്ന് തീ അണച്ചെങ്കിലും വയോധികയെ രക്ഷിക്കാനായില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നിഗമനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5715 രൂപ, പവന് 45,720 രൂപ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 4755 രൂപ, പവന് 38,040 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോഗ്രാമിന് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.